നമസ്തേ. 17-ാം ദിവസത്തെ രാമായണ പാരായണത്തിന്റെ സംക്ഷിപ്ത രൂപം നോക്കാം. സീതാന്വേഷണത്തിനായി പോയ വാനരന്മാരിൽ മാരുതി, ജാംബവാൻ, അങ്കദൻ എന്നിവരടങ്ങിയ സംഘം യോഗിനിയായ സ്വയംപ്രഭയുടെ ഗുഹയിൽ എത്തിച്ചേരുന്നു. വാനര സംഘത്തെ ഫലമൂലാദികളും പാനീയവും നൽകി സൽക്കരിച്ച യോഗിനി ശ്രീരാമദേവനെ കാണാനായി പുറപ്പെട്ടു. ഭഗവത് ദർശനത്തിന് ശേഷം രാമന്റെ അനുഗ്രഹത്തോടെ ബദ്യാരാശ്രമത്തിൽ എത്തി ധ്യാനനിരതനായി വസിക്കുന്നു. അവിടെ വച്ച് നാരായണപദം പ്രാപിച്ചു. സീതാദേവിയെ കണ്ടുപിടിക്കാനുണ്ടാകുന്ന കാലതാമസവും സുഗ്രീവന്റെ ശിക്ഷയും ഭയന്ന വിഷണ്ണനായ അങ്കദനെ മാരുതി ആശ്വസിപ്പിക്കുന്നു. വഴിയിൽ ജടായുവിന്റെ സഹോദരനായ സമ്പാദിയെ കണ്ടുമുട്ടുകയാണ്. ജടായുവിന്റെ മൃത്യുവിനെ കുറിച്ച് അറിഞ്ഞ സമ്പാദി ജ്യേഷ്ഠ സഹോദരനായി ഉദയക്രിയകൾ ചെയ്യുകയാണ്. ജാനകി ദേവി ലങ്കയിൽ അശോകവനികയിൽ നക്തഞ്ചര സ്ത്രീകൾക്ക് മധ്യേ വസിക്കുന്ന വിവരം സമ്പാദി അറിയിക്കുകയാണ്. നിശാകര താപസനിൽ നിന്ന് പകർന്നു കിട്ടിയ ജനനത്തെ പറ്റിയുള്ള വിജ്ഞാനം വാനരന്മാർക്ക് പകർന്നു നൽകുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച വസ്തുതകൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച അണ്ഡവും ബീജവും സംയോജിച്ച ഭ്രൂണമായി അതിനുശേഷമുള്ള വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം വാനരന്മാർക്ക് നൽകുന്നു. ഇതാണ് 17-ാമത്തെ ദിവസത്തെ രാമായണ പാരായണത്തിന്റെ സംക്ഷിപ്ത രൂപത്തിൽ ഉള്ളത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പ്രണമാമി തുഞ്ചത്തെഴും ആചാര്യപാദം. നീലാംബുദശ്യാമളകോമളാംഗം സീതാസമാരോപിതവാമഭാഗം
പാണൗ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീനാഥേ ജാനകീനാഥേ അഭേദപരമാത്മനി തഥാപി മമ സർവസ്വം രാമ കമലലോചന. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ജയ ശ്രീ ആഞ്ജനേയ സ്വാമിജി കി ജയ്. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത സകലദേവ മുനിജനവന്ദിത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ. ഓം ശ്രീരാമചന്ദ്രായ നമ. ഓം ശ്രീരാമചന്ദ്രായ നമ. ഓം ശ്രീരാമചന്ദ്രായ നമ. തുഞ്ചത്താചാര്യ വിരചിതം ശ്രീ അധ്യാത്മരാമായണം കിളിപ്പാട്ട് 17-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സ്വയം പ്രഭാഗതി. അന്ധകാരാരണ്യമാശു ബുക്കിടിനാരന്തരാ ദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തൊടും മർക്കടവീരർ ഉണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലീ തൃണഗണച്ഛന്നമായൊന്നതിലില്ലയല്ലീ ജലം എന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലം അതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ട് അന്നേരം അന്യോന്യം ഒത്ത് കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാമാറതിധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനും ഏറ്റം ആനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാലാപൂർണകളായ അതീവ വിശദമായി
പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി. പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചരവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി. പാവകജ്വാലാ സമാഭ കലർന്ന അതിപാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങൾ ആരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുധനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമയായുണ്ടൊരു പുരിഭൂതലേ. തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടാഴ്ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നു പറഞ്ഞാലും താതാജ്ഞ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തതു തമ്മിൽ അന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിന് പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കപിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം ബുക്കിതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ. യോഗിനിതാനും അതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തം ആദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്ക് ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവം അഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ. അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംവത്സരാണാം അയുതായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തൽ സഖി. ജ്ഞാനിഹ നാംനാ സ്വയം പ്രഭാ തൽ സഖി. ജ്ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവിജാതനായേടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും. ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനൻ. അക്കാലം ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു
യോഗേശ സന്നിധി ബുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യേവ നൂനം ഫലിതം തപോനിധേ ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തം അലക്ഷ്യമാദ്യന്തഹീനം പരം മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഘമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർന്നനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാം രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാവഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവല നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമ വേദാത്മകം കാമരൂപണം ഈശാനവാദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പൂരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിടംബനം ദേവാ തേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാന ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ ദേവതിര്യൻ മനുജാതികളിൽ ജനിച്ചേവം ആദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തുൽക്കഥാ പീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നുടെ ഘോര തപോബല സിദ്ധയെ നിർണയം എന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ സ്രഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിൽ എന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാം അവനു നിൻ പാദപങ്കേരുഹം ത്വൻ മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെ ഉള്ളവണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമോ
രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കിലും ത്വൽപാദഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപൂവിൽ എപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജീവിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. എത്ര കുത്രാഭിവസിക്കിലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപൂവിൽ എപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്യുതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടക കടിസൂത്രഹാര മകര മണിമയ കുണ്ടല നൂപുര ഹേമാങ്കദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗം ഉള്ളിലൊരിക്കലും. ശ്രീരാമദേവൻ അതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്വാ കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയോ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. അങ്കദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതും അറിഞ്ഞീല വാസരം പോയതും. മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിൽ അന്നു താൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം. എന്നിലവൻ ഒരു സമ്മതം എന്തുള്ളത് എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജഭ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ, ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിൽ അകമ്പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരം അതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ
താരേയാ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടിവണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജൻ അങ്കദനെ തഴുകിപ്പറഞ്ഞിടിനാൻ, എന്തൊരു ദുർവിചാരം, യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുട താരാസുതനെന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുട താരാസുതൻ എന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ട് അതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ, തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലം ഉള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കുല. ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ്വബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമൻപോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതോ ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശ്രേഷ്ഠൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്തിനായി വന്നിങ്ങവതരിച്ചിടിനാൻ. ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിനിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്കദനോടിവണ്ണം പവനാത്മജന്മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്ക് കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം ബുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ. ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപം ആലോക്യ മർക്കട സഞ്ചയം. വൃത്രാരിപുത്രാത്മജാതികൾ ഒക്കെയും ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിത് അന്യോന്യം എന്തിന് ചെയ്വതു സന്തതമോർക്കനാം. ഗഹ്വരം ബുക്കു പരിഭ്രമിച്ചെത്രയും വിഹുലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം. ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രജിൽ സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്ക് നല്ലൂ നമുക്ക് വാർത്തോളം എന്നിദ്ധം നിരൂപിച്ചുറച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിരു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിയിടിനാർ.
അദ്രീന്ദ്രതുല്യനായൊരു ഗൃദ്രാധിപൻ സത്വരം കൊത്തിവിഴുങ്ങും എല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതം ആർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കെന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മ ഓർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്ര വാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരെന്ന് ജടായു എന്നിങ്ങനെ. നിങ്ങൾ ആരെന്തു പറയും ഇത് അന്യോന്യം ഇങ്ങു വരുവിൻ, ഭയപ്പെടായികേതുമേ. ഉംബർഹോൻ പൗത്രനു അൻപോടത് കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാമാറു ചെന്ന് അംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ട് തൽക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോട് ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ. അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായികെന്ന് അനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു. രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനു അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പൊക്കു വാസരം പോയതും ഏതും അറിഞ്ഞീല ഞങ്ങൾ. അതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്ക് ജടായു, ഞാൻ ഒട്ടുനാളുണ്ട് അവനോട് പിരിഞ്ഞതും. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്ത് ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ. നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൽ. തൽസലിലെ കുളിച്ചഞ്ചലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോ പരിലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരീ ജനമധ്യേ വസിക്കുന്നു. ദൂരം 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ. സാമർഥ്യം ആർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമിതനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവം ഇതിനു വഴിയെന്നു നിർണയം.
രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അൻപോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജഡായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേനന്ധനായി 3 ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേൻ. നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ളൂരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നത് കേട്ട് ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകം ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ട ഉപായമിന്നേവം എന്നെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു. സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനി. ദേഹം നിമിത്തമീ ദുഃഖം അറിക നീ. ദേഹം ഓർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹംബുദ്ധി കൈക്കൊണ്ടു മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളോന്ന് അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തരായുള്ളോരയപ്പിണ്ടവൽ സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹം എന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനു മായയ. ദേഹോഹം അദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ. ഉത്തമാംഗം കൊള്ള വീഴും അധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു. നീഹാരസമേതനായി ഭൂമൗ പതിച്ചു. ശല്യാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്ന് രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാ. ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ. പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിനതും അസാർത്ഥകാലേന പിന്നെയും മെല്ലവേ. പേശിരുധിര പരിപ്ലുതമായി വരും ആശു തസ്യാം അങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും. നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്രോപസ്തനാഭിപായുക്കളും 7 മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായോ ഒരു ശിരക്കേശരോമങ്ങൾ 8 മാസി ഭവിക്കും. പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ. ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവര. നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി.
ഞാൻ 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു. നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തം അന്യായമായി ആർജിച്ചതന്വഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടേല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടേല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥരേകൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡാൻവിധം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളം ഏതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹം എന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹം അകന്ന ആത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാശാന്തം ആത്മാനം അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദം അദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തം എന്നറിയും നേരം മായാവിമോഹം അകലും എല്ലാവനും. പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊലാം. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തും ഒരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു, കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാരവാരാന്യധിയെ കടക്കുന്നിതേവരും. ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാരവാരാന്യധിയെ കടക്കുന്നിതേവരും. ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാരവാരാന്യധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാദി വിഹായസ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ.
പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ഭിരാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലത കൊണ്ടിതാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശു തീർപ്പാൻ ബില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്രം ഭജേ. മംഗളം ഭഗവാൻ വിഷ്ണോർമംഗളം മധുസൂദന മംഗളം പുണ്ഡരീകാക്ഷോ മംഗളം ഗരുഡധ്വജ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാംബുധേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.